ഹലോ, എല്ലാവർക്കും llbjunctionന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള ജനറൽ എക്സെപ്ഷനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 96 to 106 ഓഫ് IPC ആണ് ഈ പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ചിട്ട് പറയുന്ന സെക്ഷൻ. സോ വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ വീഡിയോയിലല്ല നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. അതായത് നമ്മൾ പാർട്ടായിട്ടായിരിക്കും ഈ പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇറക്കുന്നുണ്ടാവുക. സോ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്ന് നമ്മുടെ ബോഡിയെയോ അതല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയെയോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ പ്രോപ്പർട്ടിയെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റീസണബിൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് വിളിക്കുന്നത്. അതായത് സ്വയം രക്ഷാർത്ഥം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് പാർട്ടീസിന് അപ്ലൈ ചെയ്യണം. അതായത് നമ്മളെ ആക്രമിക്കുന്നത് ഏതാളാണോ അതല്ലെങ്കിൽ എന്ത് സാധനമാണോ എന്ത് സന്ദർഭമാണോ, സോ അവരിൽ നിന്ന് ആ ആക്രമണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു റീസണബിൾ ഫോഴ്സിനെയാണ് നമ്മൾ പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വയം രക്ഷാർത്ഥം, അതായത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളിവിടെ സെക്ഷൻ 96നെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സോ സെക്ഷൻ 96ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൈവറ്റ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും അതൊരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് കണക്കാക്കില്ല എന്നുള്ളതാണ്. സോ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് അതല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ആക്ടിനെ നമ്മൾ ഒരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് സെക്ഷൻ 96ൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സെക്ഷൻ 96ൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എപ്പോഴും നമ്മളുടെ മുകളിൽ വരുന്ന ആ ഒരു അൺലോഫുൾ അഗ്രഷനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവേണ്ടത്. അതല്ലാണ്ട് വേറൊരു വ്യക്തിയോട് പ്രതികാരം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ആക്ടിനെ നമുക്ക് ഒരിക്കലും പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ആൻഡ് ഈ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രമായിരിക്കണം നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതായത് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് നമ്മളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നമ്മൾ അതിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് സെക്ഷൻ 96ൽ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു പട്ടീനെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ പട്ടീനെ ഓടിക്കാൻ വേണ്ട കാര്യം മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഞാനൊരു കല്ലെടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദൂരേക്ക് ഓടി പോകുന്നുണ്ടാവും. നേരെ മറിച്ച് ഞാൻ ആ പട്ടിയുടെ പിന്നാലെ പോയിട്ട് പട്ടീനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. സോ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ വരുന്ന ആ ഒരു പ്രശ്നം അതല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് മാത്രമായിരിക്കണം. ആൻഡ് അതിന്റെ ഗ്രാവിറ്റി ഒരിക്കലും കൂടാനും പാടില്ല എന്നാണ് സെക്ഷൻ 96ൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സെക്ഷൻ 97ൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. അതായത് എല്ലാ വ്യക്തികൾക്കും പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള റൈറ്റ് എക്സസൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ബട്ട് സെക്ഷൻ 99ൽ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അവർക്കും ബാധകമാണ്. അതായത് സെക്ഷൻ 99ൽ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെ മാനിച്ചുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ റൈറ്റ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, അയാളുടെ ശരീരത്തിനെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ ശരീരത്തിനെയോ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ അയാൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു വ്യക്തിയുടെ ശരീരത്തിനെയോ അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ശരീരം രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ഒരു പ്രോപ്പർട്ടി, അത് മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആവട്ടെ, സ്വന്തം മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതായത് ചിലപ്പം തെഫ്റ്റ്, റോബറി, ക്രിമിനൽ ട്രസ്പാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്
സ്വന്തം പ്രോപ്പർട്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ പ്രോപ്പർട്ടിയോ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം എന്നാണ് സെക്ഷൻ 97 പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇവിടെ എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ട്, സെക്ഷൻ 99 പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഈ സെക്ഷനും ബാധകമാണ് എന്നുള്ളത്. ഇനി നമുക്ക് സെക്ഷൻ 98 എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. സോ സെക്ഷൻ 98 എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് വ്യക്തിക്കെതിരായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് നമ്മളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ പ്രോപ്പർട്ടിയെയോ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏതൊരു വ്യക്തിക്ക് എതിരായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. സോ അതിപ്പോൾ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ എതിരായിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻടോക്സിക്കേറ്റഡ് അതല്ലെങ്കിൽ ഡ്രങ്കൺ പേഴ്സൺ എതിരായിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. സോ ഈ സെക്ഷൻ 98ന്റെ റെലവൻസി എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ പറയാറില്ല, അതായത് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസും അതുപോലെ തന്നെ ഇൻടോക്സിക്കേഷനും എന്നൊക്കെ പറയുന്നത് ഒരു ജനറൽ എക്സെപ്ഷൻ ആയിട്ട് കണക്കാക്കുന്ന കാര്യമാണ്. അതായത് ഈ പറഞ്ഞ ആൾക്കാർ കമ്മിറ്റ് ചെയ്യുന്ന ക്രിമിനൽ നേച്ചറിലുള്ള ആക്ടിനെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു ക്രൈം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്ന് പറയും. അതല്ലെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ പേഴ്സൺസിന് എന്ത് ചെയ്യും, നമ്മൾ ഒരു എന്താ പറയുക, ജനറൽ എക്സെപ്ഷൻ നമ്മൾ കൊടുക്കും എന്ന് പറയും. സോ അതുകൊണ്ടാണ് ഈ സെക്ഷൻ 98 ഇവിടെ എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുള്ളത്. ആ പേഴ്സൺ ഇപ്പോൾ ഡ്രങ്കൺ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ അയാൾ അൺസൗണ്ട് മൈൻഡ് ആയിക്കോട്ടെ, എന്തോ ആയാലും ആ പേഴ്സൺസിനെതിരായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു ഭ്രാന്തായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നെ കൊല്ലാൻ കത്തിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുത്തേറ്റിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്ത് ചെയ്യാം, അയാൾക്കെതിരായിട്ട് ഈ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ എൻ്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 99 എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. സെക്ഷൻ 99 ഏതൊക്കെ സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യമായിട്ട് ഒരു പബ്ലിക് സർവന്റ് അയാളുടെ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തു. ബട്ട് ആ ആക്ട് എന്താണ്, യാതൊരു വിധത്തിലുള്ള മരണഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതോ അതല്ലെങ്കിൽ ഒരാളെ ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാക്കുന്നതായിട്ടോ തോന്നിക്കുന്ന തരത്തിലുള്ള ആക്ടുകൾ ആയിരുന്നില്ല. സോ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും ആ പബ്ലിക് സർവന്റിനെതിരായിട്ട് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പാടില്ല. ഈവൻ ദോ അയാളുടെ ആക്ട് ചിലപ്പോൾ ലോന്റെ കണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല. ബട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാളുടെ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് ആ ആക്ടിന് പ്രത്യേകിച്ച് മരണം ഉണ്ടാക്കാൻ തരത്തിലുള്ള കേപ്പബിലിറ്റിയോ അതല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാക്കാൻ തരത്തിലുള്ള കേപ്പബിലിറ്റി ഒന്നും ഇല്ല. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള റൈറ്റ് ആ പബ്ലിക് ഓഫീസർക്ക് എതിരായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പബ്ലിക് സർവന്റിന്റെ ഓർഡർ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, സാറ്റിസ്ഫൈ ചെയ്യാണ് അതല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാണ്. അതായത് തൻ്റെ മുകളിൽ തനിക്ക് ഏതെങ്കിലും ഒരു പബ്ലിക് സർവന്റ് തന്നിട്ടുള്ള ഒരു ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണ്. ആ വ്യക്തിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മരണഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതോ അതല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാക്കുന്ന തരത്തിലോ ഉള്ളതും അല്ല. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ വ്യക്തിക്കെതിരായിട്ട് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ അയാളുടെ ആക്ട് ചിലപ്പോൾ ലോ ന്യായീകരിക്കുന്നതൊന്നും ആയിരിക്കില്ല. മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്വയം രക്ഷ നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ് അതോറിറ്റീസിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ടൈം നമ്മുടെ മുൻപിലുണ്ട്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നേരിട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ തന്നെ രക്ഷിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് അവിടെ പോലീസിനെ വിളിക്കാനുള്ള
വിളിക്കാനുള്ള ടൈമുണ്ട്. അവരുടെ സ്റ്റേറ്റ് അതോറിറ്റീസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് നമ്മളെ രക്ഷിക്കാനുള്ള സമയം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ സ്റ്റേറ്റിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അതല്ലാണ്ട് നമ്മൾ നേരിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റേണൽ അഗ്രഷനെ നമ്മുടെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നേരിടാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ആ ആക്ടിനെ ന്യായീകരിക്കപ്പെടില്ല എന്നാണ് സെക്ഷൻ 99 പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സെക്ഷൻ 99 ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ ഹാമിന്റെ, അതായത് നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആക്ടിന്റെ ഗ്രാവിറ്റി ഒരിക്കലും കൂടാൻ പാടില്ല. അതായത് നമുക്ക് നമ്മുടെ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫോഴ്സ് മാത്രമാണ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞു വെച്ചാൽ അതിനെ നമുക്ക് ഒരു പ്രൈവറ്റ് ഡിഫൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പട്ടിയുടെ കേസ് തന്നെ എടുക്കാം. അതായത് ഒരു പട്ടി നമ്മളെ കടിക്കും എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓടിപ്പോവുമായിരിക്കും. അതല്ലെങ്കിൽ ഒരു വടി കാണിച്ച് വെടിവെക്കുക. അതല്ലാണ്ട് ആ പട്ടിയുടെ പിന്നാലെ പോയിട്ട് ഒരു തോക്ക് വെച്ച് വെടിവെക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട് കണക്കിലാക്കാൻ കഴിയില്ല. ഈ കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇനി നമ്മളിവിടെ സെക്ഷൻ 100നെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 100ൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ നമ്മുടെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ മരണം വരെ എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തു, ബട്ട് അത് റിസൾട്ട് ചെയ്തത് ആ ഓപ്പോസിറ്റ് പേഴ്സന്റെ മരണത്തിലാണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ നമ്മുടെ റൈറ്റിനെ ന്യായീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 100ൽ പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യമായിട്ട് an assault that may reasonably cause apprehension to death. അതായത് ഒരു വ്യക്തി ഒരു അസോൾട്ട് കമ്മിറ്റ് ചെയ്തു ആൻഡ് ആ അസോൾട്ട് വഴി നമുക്കുള്ളിൽ ഒരു പേടി വരികയാണ്, അതായത് ഞാൻ മരണപ്പെട്ടേക്കാം എന്നുള്ളത്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് അയാളെ കൊല്ലുക വരെ ചെയ്യാം. രണ്ടാമതായിട്ട് അയാൾ അസോൾട്ട് കമ്മിറ്റ് ചെയ്തു, നമുക്കുള്ളിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ഗ്രീവിയസ്ലി ഹേർട്ട് ചെയ്യപ്പെടും എന്നുള്ളൊരു അപ്രഹെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേക്കാം. മൂന്നാമതായിട്ട് നമ്മളെ റേപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു വ്യക്തി ഒരു അസോൾട്ട് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ വ്യക്തിനെ കൊല്ലുക വരെ ചെയ്യാം. അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി അയാളുടെ അൺനാച്ചുറൽ ലെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുക, അതല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു അസോൾട്ട് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വ്യക്തിയെ കൊല്ലുക വരെ ചെയ്യാം. അടുത്തതായിട്ട് ഒരു വ്യക്തി കിഡ്നാപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അബ്ഡക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു അസോൾട്ട് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ മരണം വരെ എത്തിക്കാവുന്നതാണ്. അതായത് നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസ് ആ വ്യക്തിയുടെ ഡെത്ത് വരെ എത്തിക്കാവുന്നതാണ്. ആറാമതായിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഒരു അസോൾട്ട്, അതായത് ഒരു വ്യക്തിയെ റോങ്ഫുള്ളി കൺഫൈൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു അസോൾട്ട് കമ്മിറ്റ് ചെയ്തു ആൻഡ് ആ കൺഫൈൻ ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാക്കി, അതായത് എനിക്ക് ഇനി ഒരിക്കലും പുറം ലോകം കാണാൻ കഴിയില്ല, അതല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ ഇനി പബ്ലിക് അതോറിറ്റീസിനെ ഞാനിപ്പോൾ ഇവിടെ തടങ്കലിൽ പെട്ടിട്ടുള്ള കാര്യം അറിയിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടില്ല എന്നൊരു ഭയം അയാളുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാലും എന്ത് ചെയ്യാം, അയാൾക്ക് അയാളുടെ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം ആൻഡ് വിച്ച് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു ദ ഡെത്ത്. അതായത് ഒരു വ്യക്തിനെ റോങ്ഫുള്ളി കൺഫൈൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു വ്യക്തി ഒരു അസോൾട്ട് കമ്മിറ്റ് ചെയ്തു ആൻഡ് ആ കൺഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് എന്തുണ്ടായി, ഒരു അപ്രഹെൻഷൻ ഉണ്ടായി, അതായത് ഇനി അയാൾക്ക് ഒരിക്കലും പബ്ലിക് അതോറിറ്റീസിനെ താൻ ഈ തടങ്കലിലാക്കപ്പെട്ടിട്ടുള്ള വിവരം അറിയിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും അയാൾക്ക് അയാളുടെ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം ആൻഡ് അത് ഡെത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. ഏഴാമതായിട്ട് ആസിഡ് അറ്റാക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമുക്കെതിരായിട്ട് ഒരു വ്യക്തി ആസിഡ് ത്രോ ചെയ്തു, അതല്ലെങ്കിൽ ആസിഡ് ത്രോ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തു ആൻഡ് അതുവഴി നമുക്കുള്ളിൽ ഒരു ഭയം വന്നു, അതായത് നമ്മൾ ഗ്രീവിയസ്ലി ഹേർട്ട് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളത്. സോ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആ വ്യക്തിക്കെതിരായിട്ട് നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം ആൻഡ് അത് ഡെത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.